സമ്പാദിക്കേണ്ട ഘട്ടത്തിൽ. പക്ഷേ ഇപ്പോൾ ആളുകൾക്ക് അധ്വാനം കുറവാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ നിങ്ങൾ നോക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ഖുർആൻ ഓതുന്നത്, നിസ്കരിക്കുന്നത്, അതുപോലെ തന്നെ ദിക്ർ ചൊല്ലുന്നത്, സുഹൃതങ്ങളുമായി ബന്ധപ്പെടുന്നത് ഏറ്റവും കുറഞ്ഞ സമയം യുവത്വകാലമാണ്. ഏറ്റവും അധികരിപ്പിക്കേണ്ട കാലം യുവത്വകാലമാണ്. കുറഞ്ഞ കാലം ആരോഗ്യമുള്ള കാലമാണ്. രോഗം വന്നിട്ട് അവരെ വിസിറ്റ് ചെയ്യാൻ പോയാൽ ഒരുപാട് സുഹൃത്തുക്കൾ ചെയ്യാനുള്ള പൂതി ഇങ്ങനെ പറയുവർ. പക്ഷെ ഇനിയെ നടക്കൂല. രോഗഗ്രസ്തരായി കടന്നുപോയി, ക്ഷീണം വന്നുപോയി. ആരോഗ്യമുള്ള സമയം നല്ലോണം മുതലാക്കേണ്ട സമയമായിരുന്നു അത്. നല്ലോണം മുതലാക്കേണ്ട സമയമായിരുന്നു അത്. ആ സമയത്ത് മുതലാക്കിയിരുന്നെങ്കിൽ എന്തൊരു സന്തോഷായിരുന്നു. പിൽക്കാലത്തുള്ള ജീവിതം മുഴുവനും, മരണാനന്തര ജീവിതം, പരലോക ജീവിതം തുടങ്ങിയില്ലേ മരണത്തോടുകൂടെ, യഥാർത്ഥ ജീവിതം ഒക്കെ സന്തോഷായിരുന്നു. അപ്പൊ മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് വേണ്ടി, പാരത്രിക ലോകത്തെ വിജയത്തേക്ക് വേണ്ടി ഈ ദുനിയാവിൽ നല്ല ശ്രദ്ധയോടുകൂടെ ജീവിക്കണം. മുത്തഖീങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളുകളായിട്ട് പരലോകത്തിന് വേണ്ടി നമ്മൾ മാറണം. ദുനിയാവിൽ അധികാരവും മറ്റുമൊക്കെ ഉണ്ടായിട്ട് ഒരു വിജയത്തിലും എത്താൻ കഴിയാത്ത ഭരണാധികാരികൾ ഇന്നുല്ലേ? മിസ്ർ അടക്കി ഭരിച്ചിരുന്ന ഭരണാധികാരിയെ അള്ളാഹു ഒരു കാഴ്ച വസ്തുവാക്കി നമ്മളെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും കൊണ്ടുപോയാൽ കാണാ. മിസ്ർ അടക്കി ഭരിച്ചിട്ട് ഒരുപാട് കുഞ്ഞുങ്ങളെ കൊന്നിരുന്ന ഫിർഔൻ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ നടക്കുന്ന ആളുകളോടൊക്കെ ഫിർഔൻ അന്ന് ചോദിച്ചിരുന്നു, ഓ ജനങ്ങളെ, അലൈസലി മുൽക്കു മിസ്ർ, മിസ്റിന്റെ അധികാരം എനിക്കല്ലേ, എന്നെയല്ലേ നിങ്ങൾ ആരാധിക്കേണ്ടത്? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ കാണുന്ന നദികളൊക്കെ എൻ്റെ കീഴിലല്ലേ ഒഴുകുന്നത്, ഞാനല്ലേ ഇതൊക്കെ നടത്തുന്നത്. നിങ്ങൾ എന്തിനാണ് ഈ മൂസാ നബിന്റെ പിന്നാലെ പോകുന്നത്? അം അന ഖൈറും മിൻ ഹാദല്ലദി ഹുവ മഹീനുൻ വലാ യകാദു യുബീൻ. നിങ്ങൾ ഈ മൂസാ നബിന്റെ കൂടെ പോകുന്നത് എന്തിനാ? ഒരു കഴിവുമില്ല, ഒരു യോഗ്യതയില്ല, ഒരു അർഹതയില്ല. എത്ര സമ്പത്താണ് എനിക്കുള്ളത് അവൻ ചോദിക്കുക ആളുകളോട്. പക്ഷെ ആ സമ്പത്തും ആ സമ്പാദ്യമൊക്കെ ഉള്ള ആള് എന്തായി സഹോദരങ്ങളെ? വിശ്വസിക്കാൻ കഴിഞ്ഞോ ആ മനുഷ്യന്? ഈമാനോടുകൂടെ മരിക്കാൻ കഴിഞ്ഞോ ആ മനുഷ്യന്? ആ മനുഷ്യന്റെ ആഖിബത്തും കേടായിട്ടല്ലേ പോയത്? അത്രയും വലിയ അക്രമം നടത്തിയ മനുഷ്യനെ ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു ബാക്കി വെച്ചിരിക്കുകയാണ്. കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു തആല കൊടുത്ത സൗന്ദര്യം എത്ര വലുതാണ്. മൂസാ നബി ദുനിയാവിൽ ആഖിറത്തിന് വേണ്ടി ജീവിച്ചപ്പോ മൂസാ നബി അലൈഹി സ്വലാം ഖബറിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതേ മാസം റജബ് മാസത്തിൽ ഇസ്രാഇന്റെ രാത്രിയിൽ മസ്ജിദുൽ അഖ്സയോട് അടുത്ത സ്ഥലത്ത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖബറിന്റെ അടുത്തുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോ റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബരിഹി, ഫിർഔന് മോശക്കാരനായി കണ്ടിരുന്ന ആളല്ലേ മൂസാ നബി. പക്ഷേ ആ മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടുപോയി. എത്ര വലിയ സ്ഥാനമാ സഹോദരങ്ങളെ മൂസാ നബിക്ക് അല്ലാഹു നൽകിയത്. അതേ മൂസാ നബി അലൈഹിസ്സലാം നബി തങ്ങൾ മസ്ജിദുൽ അഖ്സയിലെത്തിയപ്പോൾ സ്വീകരിക്കാൻ അവിടെയുണ്ട്. അതേ മൂസാ നബി അലൈഹിസ്സലാം ആകാശത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കാൻ അവിടെയുണ്ട്. ചെറുതല്ലല്ലോ മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത സ്ഥാനം. അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ച മൂസാ നബിക്ക് അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വരുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും പലതവണ കാണാനും അള്ളാഹു അവസരം കൊടുത്തുപോയി. വേറൊരൊറ്റ നബിയെയും അള്ളാഹു തആല അവിടെ നിർത്തിയില്ലല്ലോ. അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുമ്പോ മൂസാ നബി അലൈഹി സ്വലാമാണ് അവിടെയുള്ളത്. ചോദിച്ചു, അള്ളാഹു തആല നിങ്ങൾക്ക് എന്താ നൽകിയത്? എനിക്കും എൻ്റെ ഉമ്മത്തിനും അള്ളാഹു തആല 50 നിസ്കാരം നൽകി. 50 നിസ്കാരമോ? നിങ്ങളെ ഉമ്മത്തിനേക്കാളും ആരോഗ്യവും ആയുസ്സും സൗകര്യവും ഒക്കെ ഉള്ള ടീമായിരുന്നു ബനു ഇസ്രായേൽക്കാർ.
2 വക്ത് കൊണ്ടാണ് ഞാൻ അവരെ പരിശോധിച്ചത്. പക്ഷെ അതന്നെ അവർക്ക് പൂർണ്ണ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 50 നിസ്കാരോ? നിങ്ങൾ മടങ്ങിപ്പോയിട്ട് അള്ളാഹുവിനോട് തഖ്ഫീഫ് ചോദിക്കണം, എളുപ്പം ചോദിക്കണം, ചുരുക്കം ചോദിക്കണം. അള്ളാഹുവിനെ കണ്ട് വീണ്ടും തിരിച്ചു 9 തവണ. ഒരു തവണ അള്ളാഹു തആലാനെ കാണാൻ ചോദിച്ചതിൽ എത്ര തവണയാ മൂസാ നബി അലൈഹി ഇസ്ലാമിന് കാണാൻ അള്ളാഹു ചാൻസ് കൊടുത്തത്? മൂസാ നബി അലൈഹി ഇസ്ലാം ഈ ഭൂമിയിൽ ജീവിച്ചത് അള്ളാഹുവിനെ കാണണം എന്ന വല്ലാത്തൊരു താല്പര്യത്തോടെയല്ലേ അള്ളാഹിനെ കാണാൻ ആഗ്രഹിച്ചത്. ആ ആഗ്രഹത്തിനല്ലേ സഹോദരങ്ങളെ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ കാണാൻ കഴിയില്ല, പക്ഷേ അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വരുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും സംവദിക്കാനും അള്ളാഹു അവസരം നൽകിയത്. ആ മൂസാ നബി അലൈഹി സ്വലാമിന് ചെറിയ ബഹുമാനമല്ലല്ലോ അള്ളാഹു നൽകിയത്. ഫിർഔനിന് എല്ലാ കാലത്തും അള്ളാഹു നൽകിയതോ ശാപം തന്നെ. ശാപമല്ലേ, ശിക്ഷയല്ലേ അള്ളാഹുവിന് നൽകിയിരിക്കുന്നത്. അന്നാറു യുറലൂന അലൈഹാ ഉദുവൻ വഅശിയ്യാ. നമ്മൾ ഫിർഔനെ പോയാൽ നോക്കിക്കാണുന്നത് AC റൂമിലാണ്. ഫിർഔനെ മാത്രം ആ മ്യൂസിയത്തിൽ ഒരു AC റൂമിലാണ് വെച്ചിരിക്കുന്നത്. നല്ല ഒരു പെട്ടിക്കുള്ളിലാണ് അവനെ വെച്ചിരിക്കുന്നത്. അവന്റെ ശരീരത്തിൽ മരുന്നൊന്നും തേക്കുന്നില്ല. അവന്റെ ചെറിയ പല്ലും അവന്റെ നഖവും അവന്റെ നരച്ച മുടിയൊക്കെ ഇപ്പോഴും കാണാം. പക്ഷേ സഹോദരങ്ങളെ, നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് മറയായിട്ടൊരു കാര്യമുണ്ട്. അത് അള്ളാഹുവിന്റെ അദാബാണ്. അത് 24 മണിക്കൂറും നൽകുന്നു എന്ന് അല്ലാഹ് ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. അന്നാറു യുറലൂന അലൈഹാ ഉദുവൻ വഅശിയ്യാ. 24 മണിക്കൂറും അവന് നരകശിക്ഷയാണ്. ആഖിറത്തിലെത്തിയിട്ടുള്ള ശിക്ഷ വേറെയുണ്ട്. ഇവിടെ കൊടുക്കുന്ന ശിക്ഷയാണ് നരകശിക്ഷ 24 മണിക്കൂറും. ഫിർഔൻ കുടുംബത്തിന് അല്ലാഹു ശിക്ഷ കൊടുക്കുകയാണ്. അതേ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം എത്ര സലാമത്തിലാണ്, എത്ര റാഹത്തിലാണ്. കിടക്കുന്നിടത്ത് വെച്ച് പോലും അള്ളാഹുവിന് നിസ്കരിക്കാൻ അല്ലാഹു തആല സംവിധാനം ഒരുക്കി കൊടുത്തത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ സ്ഥാനത്തെയും ബഹുമാനത്തെയും അറിയിക്കുന്നതാണ്. അത് ചെറിയൊരു ബഹുമാനമല്ല മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയത്. ദുനിയാവിൽ രാജാധികാരം കൊണ്ട് വലിയ അക്രമം സൃഷ്ടിച്ച് വലിയ കൊലപാതകങ്ങൾ നടത്തിയിട്ട് അള്ളാഹുവിനെ പോലും വെല്ലുവിളിച്ച ഫിർഔൻ അവൻ തോറ്റുപോയി. ദുനിയാവ് അവരൊക്കെ ഉപയോഗിച്ചത് ദുനിയാവിന്റെ ഭംഗിക്ക് വേണ്ടിയും സൗന്ദര്യത്തിനും വേണ്ടിയാണ്. ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് പറയട്ടെ, ദുനിയാവിലെ ഹ്രസ്വകാലം അത് ആസ്വദിക്കാൻ വേണ്ടിയുള്ള കാലമായി ഉപയോഗിക്കരുത്. പിന്നെയോ പടച്ച റബ്ബിനെ അനുസരിക്കാനുള്ള കാലമായിട്ട് ഈ ദുനിയാവിലെ കാലം നമ്മൾ ഉപയോഗിക്കണം.